ഈ വാർത്ത കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ആലോചിച്ചു പോയി. ഒരു നരാധമനെ കുറിച്ച്, ഒരു കാട്ടാളനെ കുറിച്ച്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച്. ഗുണ്ടകൾക്ക് യോഗി നൽകിയ സമ്മാനം എന്തെന്നല്ലേ? ഗുണ്ടയ്ക്ക് ഒരുണ്ട. ഗോതമ്പുണ്ടയല്ല, വെടിയുണ്ട. കോടതി പോലും പറഞ്ഞു ഇത് പറ്റില്ല. യോഗി മറുപടി പറഞ്ഞു, തോക്ക് പോലീസിന് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണ്. പോലീസിനെ ആക്രമിച്ചാൽ വെടിവെക്കും, ഗുണ്ട തീരും. യോഗി പറഞ്ഞ മറ്റൊരു വാചകം കൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇറച്ചിയിൽ മണ്ണ് പറ്റും. ഗുണ്ടയോട് പറഞ്ഞതാണ്, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും. കോടതി പറഞ്ഞു ഇതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് ഗുണ്ടയെ പിടിച്ചാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുതരണം. യോഗി പറഞ്ഞു പോലീസിനെ ആക്രമിച്ചാൽ വെടിവെക്കും, ഗുണ്ട തീരും. സമത്വസുന്ദരമായ കേരളം എവിടെ? ഗുണ്ടാരാജിന്റെ, മാഫിയ തലവന്റെ അല്ലെങ്കിൽ ബുൾഡോസർ രാജാവിന്റെ ഊപ്പി എവിടെ? ഇവിടെ ഗുണ്ടയ്ക്ക് സുഖം, ജയിലിൽ, നാട്ടിൽ, പരോളില് സുഖം. നമ്മൾ കണ്ടതാണ് ഗോവിന്ദച്ചാമിയെ ജയിലിലേക്ക് പോയപ്പോൾ ഒരു ഈർക്കിൽ പോലെ ഇരുന്നവൻ തിരിച്ചു വന്നത് പെരുത്ത് വീർത്ത് തടിയനായി, സുന്ദരനായി. ഇതാണ് കേരളത്തിലെ സമത്വസുന്ദരം. എന്താണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? സമാധാനമായി ജീവിക്കണം. അതല്ലേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കേണ്ടത്? സമാധാനപരമായി ജീവിക്കാൻ കഴിയാതിരുന്ന ഉത്തർപ്രദേശിനെ കുറിച്ച് നമുക്കറിയാം. ഗുണ്ടാ തലവന്മാരും ബലാത്സംഗ വീരന്മാരും മാഫിയ തലവന്മാരുമൊക്കെ അരങ്ങുവാണിരുന്ന യു പി ഇപ്പോൾ 90% ഒതുങ്ങി. ജനത്തിന് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി യു പി മാറി. നമുക്കറിയാം, മുൻപ് യു പി ഭരിച്ചിരുന്ന ആളുകൾ, ഒരു പാർട്ടിയാണ് ഭരിച്ചിരുന്നതെങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയും 5 വർഷം തികച്ചിട്ടില്ല. പരസ്പരം കുതികാൽ വെട്ടുകളും പാരവെപ്പുകളും കൊണ്ട്, അതുപോലെ ഗുണ്ടകളുടെ കൈക്കൂലി കൊണ്ട് മുഖ്യമന്ത്രി പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോൾ യോഗി 10 വർഷം തികയ്ക്കുകയാണ്. 10 വർഷം തികച്ചപ്പോൾ ഗുണ്ടാരാജ് നടമാടിയിരുന്ന യു പി ഒരുവിധം